കുട്ടികൾ മുതൽ നമ്മൾ മുതിർന്നവർ വരെ നിരന്തരമായി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. ഡെയിലി ഒരു തവണയെങ്കിലും ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സപ്പ് എന്നിവ നമ്മൾ ഉപയോഗിക്കാറില്ലേ? ജസ്റ്റ് ഒരു ഫ്രീ ടൈമിൽ 1-2 ഷോർട്സോ റീൽസോ കണ്ട് നിർത്താമെന്ന് വിചാരിച്ച് കണ്ട് ഓപ്പൺ ചെയ്താൽ നമുക്കതിന് കഴിയാറുണ്ടോ? ലോങ് വീഡിയോനേക്കാൾ എന്തുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് ഓർ റീൽസ് പ്രിഫർ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഷോർട്സ് ഓർ റീൽസ് അഡിക്റ്റീവ് ആകുന്നത്? അതിന്റെ സൈഡ് എഫക്ട്സ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? റീൽസ് ഓർ ഷോർട്സ് പൊതുവെ 15 തൊട്ട് 60 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ളതാണ്. അധിക ചിന്തയോ ശ്രദ്ധയോ ആവശ്യമില്ലാതെ പെട്ടെന്ന് ആസ്വദിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറ് എപ്പോഴും ഈസി പ്ലഷറിനെയാണ് ചൂസ് ചെയ്യുക. റീൽസിന് ഒരു അവസാന പോയിന്റ് ഇല്ല, അതായത് എൻഡ്ലെസ് സ്ക്രോളിംഗ്. ഇതോടെ തീർന്നു എന്നൊരു സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെ ബ്രെയിൻ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ തുടരുന്നു. ബ്രെയിൻ വേഗതയുള്ള കണ്ടന്റിലോട്ട് മാത്രം പതിഞ്ഞു പോകുന്നു. അതുകൊണ്ട് തന്നെ സമയമെടുത്ത് ചെയ്യുന്ന പഠനം, വായന തുടങ്ങിയ എല്ലാ ആക്ടിവിറ്റീസും വളരെ ബോറിംഗ് ആയി തോന്നുന്നു. പിന്നെ രാത്രിയുള്ള ഈ സ്ക്രോളിംഗ് നമ്മളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു. അത് കാരണം നമുക്ക് മൂഡ് സ്വിങ്സ്, അതുപോലെ തന്നെ ശ്രദ്ധാശക്തി എല്ലാം കുറയുന്നു. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഒരുപാട് ദോഷഫലങ്ങൾ റീൽസ് ആൻഡ് ഷോർട്സ് അഡിക്ഷൻ ഉണ്ട്. അതിൽ പ്രധാനമായും റെഡ്യൂസ്ഡ് സ്പാൻ ഓഫ് അറ്റൻഷൻ, അതായത് ശ്രദ്ധാശക്തി കുറയുന്നു. റീൽസ് ഓർ ഷോർട്സിൽ കാണുന്ന ജീവിതങ്ങൾ വെച്ച് നമ്മൾ സ്വന്തം ജീവിതത്തെ കമ്പയർ ചെയ്യുന്നു. അത് കാരണം നമ്മളുടെ ആത്മവിശ്വാസം കുറയുന്നു. ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് നമ്മളിൽ പ്രോക്രാസ്റ്റിനേഷൻ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പഠനവും ജോലിയും സാമൂഹിക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളുടെ തന്നെ കെട്ടുറപ്പിനെ ബാധിക്കുന്നു. ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ, ആദ്യത്തിൽ ജസ്റ്റ് വിനോദമായിരുന്ന ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് നമ്മൾ പോലും അറിയാതെ പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിൽ വില്ലനാകുന്നു. നമ്മുടെ ശ്രദ്ധയെയും സമയത്തെയും വികാരങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശീലമായി മാറുന്നു. താങ്ക് യു.